ഹായ്, ഐ എം ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റ്. എല്ലാവരും ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിപ്പം സ്ത്രീകളാവട്ടെ, പുരുഷന്മാരാവട്ടെ, ഈവൻ കുട്ടികളായാലും ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതായത് വെയിറ്റ് വർദ്ധിച്ചു വരിക, അമിതവണ്ണം, അതേപോലെ വയറ് ചാടുക, കുടവയറിൻ്റെ പ്രശ്നങ്ങൾ. കാരണങ്ങൾ പലതായിരിക്കാം ഈ ഒരു കുടവയറ് വരുന്നത്. ആ ഒരു റൂട്ട് കോസ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നത്തെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ കുടവയറ് എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യണമെന്നും ഭക്ഷണ രീതികൾ എങ്ങനെയൊക്കെ എടുക്കാമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ കുടവയർ എന്ന് പറയുമ്പം ചിലപ്പം പല കാരണങ്ങൾ കൊണ്ടുവരാം, ചിലപ്പം കാരണങ്ങൾ ഇല്ലാതെയും വരാം. മെജോറിറ്റിയും കുടവയറ് വരുന്നത് ഭക്ഷണ രീതികൾ തന്നെയാണ്. ഇപ്പം നമ്മളെ കേസ് അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പം കൂടുതൽ ആളും ഇന്ന് ഫാസ്റ്റ് ഫുഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഈ റെസ്റ്റോറൻറ്റ്സും അതേപോലെ തന്നെ പല ഹോട്ടൽസും ഇന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസും വരുന്നുണ്ട്. അപ്പോൾ പലരും ഈ ഒരു ഫാസ്റ്റ് ഫുഡിനെ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പലരും ചിലപ്പം ഇപ്പോൾ ഓക്കെ ഇന്ന് നൈറ്റ് കുക്ക് ചെയ്യേണ്ട, നമുക്ക് പുറത്ത് പോയി കഴിക്കാം, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് എല്ലാവരും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പം ആ ഒരു ക്രേവിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതല്ല. അപ്പം ആ ക്രേവിങ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി നമ്മൾ ചേഞ്ച് ചെയ്യണം. അതായത് നമ്മളെ സ്ലീപ്പ് പാറ്റേണും ഫുഡ് പാറ്റേൺസും എല്ലാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടോട്ടലി നമ്മളെ ഫിസിക്കൽ മെൻ്റൽ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്താലേ ഉള്ളൂ ഇത്തരം കംപ്ലയിൻസ് അല്ലെങ്കിൽ ഇത്തരം കുടവയറിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കുന്നു. അപ്പം ഈ കുടവയറ് വരാൻ കാരണങ്ങൾ ഒന്ന് ഭക്ഷണ രീതികളാണ്. രണ്ടാമത്തേത് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ആവാം. ഇപ്പോൾ PCOD ഉള്ള കേസസ് ഒക്കെ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ ഒരു ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തൈറോയിഡ് ഉള്ള രോഗികൾക്ക്, എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്കൊക്കെ വെയിറ്റ് വർദ്ധിച്ചു വരുന്നുണ്ട്. റീസൺസ് ഇത് തന്നെയാണ്. അതായത് നമ്മളെ ബോഡിയിൽ തൈറോയ്ഡ് ഹോർമോൺസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. തൈറോയ്ഡ് ഹോർമോൺസിന് പല ഫങ്ഷൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസീസ് നമ്മളെ ബോഡി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കേസസിലൊക്കെ ബേസൽ മെറ്റബോളിക് റേറ്റ്, അതായത് ബോഡിയിൽ എനർജി കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്കൊക്കെ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. അത് കുറവാകുമ്പോൾ എന്താ, കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം എനർജി അല്ലെങ്കിൽ ഊർജമാക്കാതെ അത് പല കൊഴുപ്പാക്കിയിട്ടും പല അവയവങ്ങൾക്കുമായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് ഹൈപ്പോ തൈറോയ്ഡ് രോഗികളിൽ നടക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കൊഴുപ്പാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡി വെയിറ്റ് റേസ് ആവുന്നു. അപ്പോൾ ആ ഹൈപ്പോ തൈറോയിഡിസം കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മളെ ഭക്ഷണ രീതികൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആക്കണം. അതേപോലെ ഫാറ്റി ലിവർ കേസസ് നോക്കുവാണെങ്കിൽ അവർക്കും കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്നും ഊർജ്ജമാക്കാതെ ഇത്തരം ഫാറ്റ് ഡിപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നു. അതുകൊണ്ടാണ് ഫാറ്റി ലിവർ കംപ്ലയിൻസ് വരുന്നത്. അതിലൊരു 10% മാത്രമേ ഉള്ളൂ മദ്യപിച്ചു കൊണ്ടുണ്ടാവുന്നത്. ബാക്കി 90% ഭക്ഷണ രീതികളാണ്. നമ്മളൊരു പേസ്ട്രി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ കലോറീൻ്റെ അളവ് വളരെ കൂടുതലാണ്. പകരം നമ്മളൊരു ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഗ്ലൈസിമിക് ഇൻഡെക്സും കലോറി ഇൻടേക്കും വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളെ ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഐസ്ക്രീംസും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഐസ്ക്രീംസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫുഡ് പാറ്റേൺസ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ ഇത്തരം ബെല്ലി ഫാറ്റിൻ്റെ കംപ്ലയിൻസും എന്ത് കംപ്ലയിൻസും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിലുള്ള എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുള്ളൂ. അപ്പോൾ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വെയിറ്റ് ആദ്യം ചെക്ക് ചെയ്യുക. അതായത് ഹൈറ്റിന് ഈക്വൽ ആണോ നമ്മളെ വെയിറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. അതേപോലെ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുക, ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. അതായത് CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യുക, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്.
അതേപോലെ തന്നെ വയറിൻ്റെ സ്കാനിങ് ഒന്ന് എടുക്കുക. ഇനി ഇതിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. അപ്പോൾ ലിവർ ഫംഗ്ഷൻസിൽ എന്തെങ്കിലും വേരിയേഷൻ, SGOT SGPT വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. തൈറോയിഡിൻ്റെ ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത്തരം കംപ്ലയിൻസ് ഒന്നും തന്നെ ഇല്ല, ടെസ്റ്റുകളെല്ലാം നോർമലാണ്, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിലും അതിലും നോർമലാണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു ബെല്ലി ഫാറ്റിൻ്റെ കംപ്ലയിൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടും നോർമൽ ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ലൈഫ് പാറ്റേൺ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യുക. നമ്മളൊരു ജസ്റ്റ് ഒരു ഡേ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളൊരു നോട്ട് പാഡിൽ എഴുതിയിട്ട് ഇന്നതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഐഡിയ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ എല്ലാത്തിനും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുക. അതായത് നമ്മൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയതിനും അതേപോലെ നമ്മൾ പല ആളുകളെയും സഹായിച്ചിട്ടും എല്ലാത്തിനോടും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക. ദെൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, നമ്മളെ ബോഡി വെയിറ്റ് കൂടിയിട്ടുണ്ട്, നമ്മൾ കൂടുതലായിട്ടും അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവരുത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അതിനെക്കുറിച്ച് വറീഡ് ആവരുത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഹോർമോൺസിൽ ഇംബാലൻസ് വരും. നമുക്കിത് കുറയ്ക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ്സ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ആ ഒരു വിൽ പവർ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വർക്കൗട്ട്സ് തന്നെയാണ്. വർക്കൗട്ടിൽ വരുന്നതാണ് ഈ ഒരു നമ്മളെ വയറിൻ്റെ ഭാഗത്തുള്ള പ്രഷർ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പിനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്യുക. പ്ലാങ്ക് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈ ലിഫ്റ്റിംഗ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുക. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടത്തം, അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഓട്ടം, അങ്ങനെ ആ ഒരു രീതിയിലുള്ള, അതായത് കൂടുതലായിട്ട് നമ്മളെ ബെല്ലി ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക. അത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമല്ല, ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ ഡെയിലി ചെയ്യുക. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. അതിനുശേഷം ഇത്തരം വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്യുക. അതായത് നന്നായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മളെ ബോഡിക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ യോഗാസനാസ് ചെയ്യുക, പ്രാണായാമാസ് ചെയ്യുക. അപ്പോൾ ബ്രീത്തിങ് സർക്കുലേഷൻസ് എല്ലാം കറക്റ്റ് ആവുകയും ഓരോ ഓർഗൻസിലേക്കും കൃത്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണ രീതികളാണ്. ചോറ് നമ്മൾ ഒരു നേരം ആക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ എടുക്കുന്ന ചോറ് എന്ന് പറയുമ്പം നമ്മളെ പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ചോറെടുത്താൽ മതി. ബാക്കി ഒരു 3/4 ഭാഗവും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്തുക. പ്രോട്ടീൻസും ഫൈബേഴ്സും ഹെൽത്തി ഫാറ്റ്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാണ് ഒരു ബാലൻസ് ഡയറ്റ്. അല്ലെങ്കിൽ നമ്മൾ മെഡിക്കലി പറയുകയാണെങ്കിൽ ഒരു 70% പ്രോട്ടീൻസും അല്ലെങ്കിൽ ഒരു 50% പ്രോട്ടീൻസും അതേപോലെ തന്നെ ഒരു 30% ഫാറ്റും ബാക്കി വരുന്ന 10 to 20% കാർബോഹൈഡ്രേറ്റ്സും. ഈ ഒരു പാറ്റേൺസിലായിരിക്കണം നിങ്ങളുടെ ഭക്ഷണ രീതികൾ എന്ന് പറയുമ്പോൾ. അതായത് ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗം മാത്രം ചോറിൻ്റെ അളവെടുക്കുക. ഈ ചോറ് എന്ന് പറയുമ്പോൾ എന്താ, അത് കൂടുതലായിട്ടും അന്നജം തന്നെയാണ്. അപ്പോൾ ചോറ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമുക്ക് ഊർജം അത്യാവശ്യമാണ്. അപ്പോൾ ചോറിൻ്റെ ആ ഒരു ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് തവിടുള്ള ധാന്യങ്ങൾ അല്ലെങ്കിൽ മട്ടയരി അല്ലെങ്കിൽ ചാമയരി, അതായത് ആ ഒരു ബ്രൗൺ കോട്ടിംഗ് ഉള്ളത് എടുക്കാൻ ശ്രമിക്കുക. അതായത് ഇൻസോല്യൂബിൾ ഫൈബേഴ്സ് അതിൻ്റെ അകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പിടി ചോറ് കഴിച്ചാൽ ചിലപ്പം ആ ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ ഒരു ഇനഫ് ഫീലിംഗ് ഉണ്ടാവും. വയറിൻ്റെ ആ ഒരു ക്രേവിങ്സിനെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ധാരാളം മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഒലീവ് ഓയിൽസ്, കോക്കനട്ട് ഓയിൽസ്, ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്തുക. ഇനി ഓയിൽസ് കൂടാതെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് റിച്ച് ആയിട്ടുള്ള നട്ട്സും സീഡ്സും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സും ഒക്കെ നിങ്ങൾക്ക് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആ ഒരു സോക്ക് ചെയ്തതിന് ശേഷം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്.
അതേപോലെ മോര്, ധാരാളം പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ചിയാ സീഡ്സ് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും ആണെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിപ്പൊടി ആക്കിയിട്ടോ കുട്ടികൾക്കൊക്കെ ആ ഒരു പ്രതിരോധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ ഒരു നേരത്തെ ചോറ് കഴിക്കുന്നതിന് പകരം ഒരു നേരം നിങ്ങൾക്ക് സാലഡ്സ് കഴിക്കാവുന്നതാണ്. സാലഡ്സ് എന്ന് പറയുമ്പം ഇപ്പം വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്, കുക്കുംബർ, ബ്രൊക്കോളി, ക്യാബേജ്, ഒനിയൻ, ജിഞ്ചർ, ഇതൊക്കെ ധാരാളം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് ഒരിക്കലും ജ്യൂസ് ആക്കരുത്. ആ ഒരു സാലഡ് ഫോമിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു ഇംബാലൻസിനെ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇപ്പോൾ ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ അത്രയും ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് ആക്കി കഴിക്കുകയാണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ഷൂട്ട് ആവുകയും ഷുഗർ ലെവൽ നിങ്ങൾക്ക് ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സാലഡ്സ് ആക്കി കഴിക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഒലിവ് ഓയിൽസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും നിങ്ങൾക്ക് ഈ ഒരു സാലഡ് രൂപത്തിൽ കഴിക്കാവുന്നതാണ്. പൈനാപ്പിൾ, മാംഗോ, അതേപോലെ തന്നെ ഗൗവ, പേരക്ക, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, മൊസംബി, അനാർ, ഇതൊക്കെ ധാരാളം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ അവക്കാഡോ, അത്തിപ്പഴം, ഇതൊക്കെ ധാരാളം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ബെല്ലി ഫാറ്റിനെ നമുക്ക് ഈസി ആയിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി നമ്മൾ കഴിക്കുന്ന പപ്സ്, ചിക്കൻ റോള്, അതേപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിസ്സ, ബർഗർ, ഇത്തരം ഫ്രൈ ഐറ്റംസ് ഒക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. അത് കഴിക്കാം, നിങ്ങൾക്ക് ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതും അത്രയും എമൗണ്ട് കുറച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചതിന് ശേഷം കഴിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും അഡിക്ഷൻസ്, എസ്പെഷ്യലി ആൽക്കഹോളിക് അഡിക്ഷൻസോ അല്ലെങ്കിൽ സ്മോക്കിംഗ് അഡിക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങൾ, മാനസികമായിട്ട് നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി കോർട്ടിസോൾ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നു. അപ്പോൾ ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ആളുകളോടൊക്കെ ഒന്ന് സംസാരിക്കുക, നല്ല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കുക. അത്തരം കാര്യങ്ങൾ, അതായത് ബോഡീനെയും മൈൻഡിനെയും ഈക്വലി ബാലൻസ് ചെയ്യുന്ന, ഈക്വലി റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്സ് നോക്കാം. അതായത് ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ കുടവയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്സ് നോക്കാം. അതിന് വേണ്ടത് കുറച്ച് മോര്, അതേപോലെ തന്നെ കറിവേപ്പില, അയമോദകം, ജീരകം, അതേപോലെ നാരങ്ങ, തേൻ, ഇത്തരം ഐറ്റംസ് ആണ് പ്രധാനമായിട്ടും വേണ്ടത്. ആദ്യത്തെ ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറയുമ്പം മോരിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് കറിവേപ്പില മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതായത് അധികം പുളിപ്പില്ലാത്ത മോരിൻ്റെ അകത്തേക്ക് കറിവേപ്പില മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം ഈസി ആക്കുകയും ആ ഒരു ക്രേവിങ്സ്, വയറിൻ്റെ ഫുൾനെസ് ഫീലിംഗ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ അയമോദകം, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജീരക പൗഡർ. അത് നന്നായിട്ട് വാട്ടറിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തതിന് ശേഷം എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കേണ്ട, ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കാവുന്നതാണ്. അതേപോലെ മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം നാരകനീര്, 1 ടേബിൾ സ്പൂൺ നാരകനീരും അതേപോലെ തന്നെ ഹണിയും ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത്തരം ജീരകം, അതേപോലെ തന്നെ ഹണി, അയമോദകം, മോര്, ഇതിൻ്റെ അകത്തൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ബോഡിയിൽ ഉണ്ടാവുന്ന ഈ കൊഴുപ്പിനെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത്തരം ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ജീരകത്തിൻ്റെ അകത്തൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസ് ഒക്കെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഗ്രേറ്റ് പ്രോബയോട്ടിക്സ് ആണ് മോര്. അത് നമ്മളെ ഗട്ട് ഫ്ലോറ ഈസി ആക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത്തരം എനർജി ഡ്രിങ്ക്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെല്ലി ഫാറ്റ് കംപ്ലയിൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്